കേന്ദ്രത്തിൻ്റെ പുതിയ ഇന്ധനക്ഷമതാ നിയമം വരികയാണ്. CAFE3, അതായത് കഫേ 3 എന്നാണ് ഈ നിയമത്തിൻ്റെ പേര്. ഇതിന് ചില പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ട്. എന്തായിരിക്കും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതായത് കഫേ 3 നോംസ് ഇന്ത്യ ഇന്ധനക്ഷമതയുമായി ബന്ധപ്പെട്ട് പുതിയ നിയമം കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കാൻ കഴിയും. കോർപ്പറേറ്റ് ശരാശരി ഇന്ധനക്ഷമതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമല്ല, എത്തനോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഫ്ലക്സ് ഇന്ധന കാറുകളും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതിനു പുറമെ രാജ്യത്തിൻ്റെ അസംസ്കൃത എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന മലിനീകരണം കുറയ്ക്കുക, പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന എത്തനോളിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നിവയും ഇതിൻ്റെ ലക്ഷ്യമാണ്. വ്യാഴാഴ്ച നടന്നൊരു പരിപാടിയിൽ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്താണ് കഫേ നിയമം എന്ന് നോക്കാം. റിപ്പോർട്ടുകൾ പ്രകാരം ഈ നിയമങ്ങൾ, അതായത് കഫേ നിയമങ്ങൾ പ്രകാരം വർഷം മുഴുവൻ വിൽക്കുന്ന യാത്രാ സൗകര്യങ്ങളുടെ ശരാശരി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഉത്ഭവം ഒരു നിശ്ചിത പരിധികളിൽ നിലനിർത്താൻ കാർ കമ്പനികൾ ബാധ്യസ്ഥരാണ്. ഈ നിയമങ്ങൾ കമ്പനികളെ കൂടുതൽ ഇന്ധനക്ഷമതയുള്ള വാഹനങ്ങൾ നിർമ്മിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്യുന്നു. നിലവിൽ കഫേ 2 നിയമങ്ങൾ പ്രാബല്യത്തിലുണ്ട്. ഇത് 2027 മാർച്ച് വരെ സാധുവായിരിക്കും. അതിനുശേഷം പുതിയ കഫേ 3 നിയമങ്ങൾ 2027 ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ കഫേ മാനദണ്ഡങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾക്കാണ് ഉള്ളത്. എന്നാൽ പുതിയ കഫേ 3 മാനദണ്ഡങ്ങൾ ഇലക്ട്രിക് ഫ്ലക്സ് ഇന്ധന എഞ്ചിനുകൾക്ക് ഒരുപോലെയായിരിക്കുമെന്ന് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. പെട്രോൾ, എത്തനോൾ എന്നിവയുടെ മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച ഇന്ധനമാണ് ഫ്ലക്സ് ഇന്ധനം എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിൽ E20 ഇന്ധനം ഇന്ത്യയിൽ ലഭ്യമാണ്. കഫേ 3യുടെ മീറ്റിങ്ങുകൾ ഇപ്പോൾ നടക്കുകയാണ്. കഫേ 3 കരടിന് അന്തിമ രൂപം നൽകുന്നതിനായി ബുധനാഴ്ച റോഡ് ഗതാഗത മന്ത്രാലയവും ഊർജ്ജ മന്ത്രാലയവും പ്രധാനമന്ത്രിയുടെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവും തമ്മിലൊരു ഉന്നതതല യോഗം, കൂടാതെ ഈ മാസം ആദ്യം വ്യവസായ പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തി. എന്തായാലും കഫേ 2 നിയമം അനുസരിച്ച് 3500 കിലോമീറ്റർ താഴെ ഭാരമുള്ള എല്ലാ യാത്രാ വാഹനങ്ങളും പെട്രോൾ, ഡീസൽ, CNG അല്ലെങ്കിൽ ഇലക്ട്രിക് ആകട്ടെ 1 കിലോമീറ്ററിന് ശരാശരി 113 ഗ്രാമിൽ കൂടുതൽ CO2 ഉദ്ഭവനം ഉണ്ടാകരുത് എന്നത് എടുത്തു പറയേണ്ടതാണ്. ഈ ശരാശരി ഏതെങ്കിലും ഒരു മോഡലിന് മാത്രമല്ല, ഒരു കമ്പനി വിൽക്കുന്ന വാഹനങ്ങൾക്ക് മാത്രമല്ല, എല്ലാ വാഹനങ്ങൾക്കും ബാധകമാണ് എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.